ഇതിപ്പോൾ 2 മാസത്തിനുള്ളിൽ 8ാമത്തെ ആളെയാണ് ആന ചവിട്ടിക്കൊല്ലുന്നത്. ഇന്ന് കക്കയത്ത് കാട്ടുപോത്ത് കുത്തിയാണ് മറ്റൊരാൾ മരിച്ചത്. നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഞങ്ങൾ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാടും ഇടുക്കിയിലും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, പശുവിനെ കറന്നാണ് പലരും ജീവിക്കുന്നത് പാല് വിറ്റ്. ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭീതിയാണ്. ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അതുപോലെ കാട്ടുപന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്തിറങ്ങുന്നു, കടുവയിറങ്ങുന്നു. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. സർക്കാർ പൂർണ്ണമായ നിസ്സംഗതയാണ്. ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നിഷ്ക്രിയത്വമാണ്. ഒരു ഹ്രസ്വകാലത്തേക്കുള്ളൊരു പദ്ധതിയില്ല, ദീർഘകാലത്തേക്കുള്ള പദ്ധതിയില്ല. 7000-ലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഈ പാവങ്ങൾക്കെല്ലാം, കൃഷി നശിച്ചവരെല്ലാം ആത്മഹത്യ ചെയ്യാണ് പലരും. അവർക്ക് ആർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. വ്യാപകമായിട്ടുള്ള വിഷയമാണ്. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനും ഇല്ല. ഞാൻ ഇന്ന് പറഞ്ഞു, വാൽപ്പാറയിൽ അവിടെ ആന ആക്രമണം ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ആന ഇറങ്ങാത്ത സ്ഥിതിയിലാക്കി. പല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാൻ ഉള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റിന് മാത്രം ഒരു പദ്ധതിയില്ല. വന്യമൃഗങ്ങളുടെ ദയാവായ്പിന് സാധാരണക്കാരൻ്റെയും അവൻ്റെ സ്വത്തും ജീവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ 21ാം വകുപ്പ് അനുസരിച്ച് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട്, സർക്കാരുണ്ട്. ഇരു സർക്കാരുകളും, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനും ഉത്തരവാദികളാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനം വകുപ്പിൻ്റെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ല. 48 കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റ് വെച്ചിട്ടുള്ളത്. ഒരു 5 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ആ പണം തികയില്ല. മതിൽ കെട്ടേണ്ട സ്ഥലമുണ്ട്, കിടങ്ങുഴിക്കേണ്ട സ്ഥലമുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ട്. ഇതിനൊന്നുമുള്ള പണം വെച്ചിട്ടില്ല. ഒരു പദ്ധതിയും ഇല്ല. സർക്കാരാണ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയേണ്ടി വരും. ഒരു കൊല്ലം മുമ്പ് ഇവിടെ പ്രഖ്യാപിച്ച ഫെൻസിങ്, അതായത് അതിരപ്പള്ളി എന്ന കുട്ടിയെ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ ഇതുവരെയ്ക്കും അത് നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുന്നത്. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. ആ ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഇപ്പോൾ ഈ വത്സല മരിച്ചത്. വത്സലയും ഭർത്താവ് ഊരുമൂപ്പനാണ് രാജൻ. അവരൊരുമിച്ച് മരോട്ടിക്ക ശേഖരിക്കാൻ പോയതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പാവങ്ങൾ മരോട്ടിക്ക ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഭൂമി പോലും കൊടുത്തിട്ടില്ല. ശേഖരിക്കാൻ പോയ സമയത്താണ് ആന ചവിട്ടിക്ക് വന്നത്. അപ്പോൾ ഒരു തരത്തിലും ഒരു പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പാകുന്നില്ല. ഇത് തന്നെയാണ് നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നിപ്പോൾ ഞാൻ നേര്യമംഗലത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങോട്ട് പോകേണ്ട 16 ആനയാണ്. ഇന്നലെ ആന ചവിട്ടിക്ക് വന്ന സ്ഥലത്ത് 16 ആനയാണ് ആ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്നതെന്നാണ്. പോകണ്ടെന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ സങ്കടം എത്രയാണ്? സർക്കാർ ഇതൊന്നും അറിയുന്നില്ല.